ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കാണിച്ചു തരാം. ഓക്കെ, ഞാനും ദേവേട്ടനും കൂടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. 7 months ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുമലയിലുള്ള DDRCയിലോട്ടാണ് ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത്. പക്ഷെ നമ്മുടെ ചെറുതായി നമ്മളൊന്ന് പാളിപ്പോയി. കാരണം ആദ്യം ബ്ലഡ് കൊടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ 3 വട്ടം ബ്ലഡ് കൊടുക്കണം. ഈ 3 വട്ടം ബ്ലഡ് ഓരോ 1 hour ഇടവിട്ടിട്ടാണ് കൊടുക്കേണ്ടത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി. കാരണം രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് 2 വട്ടം ഫുഡ് കഴിക്കുന്ന ഞാൻ 9 മണിക്കാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ ഞാൻ 11 മണി വരെ എങ്ങനെ ഇരിക്കുന്ന അറിയാതെ, പിന്നെ 7 gram ഷുഗർ ഒരു കുടിക്കാൻ വേണ്ടി തരും. അതാണ് അന്നത്തെ ദിവസം ഞാൻ ആകെ കുടിച്ചത്. അത് കുടിച്ച പക്ഷേ ഒത്തിരി സമാധാനമൊക്കെ കിട്ടി കേട്ടോ. അതും കുറേ കണ്ടീഷൻസ് ഉണ്ട്. വോമിറ്റ് ചെയ്യാൻ പാടില്ല. വോമിറ്റ് ചെയ്താൽ പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആകെ ടെൻഷനായി. പക്ഷെ എന്നാലും ശരി, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ബ്ലഡ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ആദ്യം സ്കൂളിലോട്ട് പോയി. അവൻ്റെ പ്രോഗ്രസ് കാർഡ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവൻ്റെ ടീച്ചറുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും വേണ്ടിയിട്ട് പ്രിൻസിപ്പലിനെ കണ്ടു, ടീച്ചറിനെ കണ്ടു, സംസാരിച്ചു. എന്നിട്ട് അന്ന് അവന് പിന്നെ സ്കൂളില്ല, അപ്പോൾ അവനെ കൂട്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 1 hour ആയി. അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈമായി. ഇംഗ്ലീഷ് തോറ്റ ക്ലാസ് ലീഡർ. ഞങ്ങൾ വീണ്ടും തിരിച്ച് ലാബിലോട്ട് തന്നെ വന്നു. സ്കൂളിൽ നിന്ന് ഫുൾ മേക്ക് ഓവർ ഓൾറെഡി ഒരു വട്ടം നമ്മൾ കുത്തിയതാണ്. ഇനി വീണ്ടും 2 വട്ടം എടുക്കണം ബ്ലഡ്. പിന്നെ അടുത്ത ബ്ലഡ് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 1 hour ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാം, ഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി. തൊട്ടടുത്ത് തന്നെയാണ് രാമചന്ദ്ര. അപ്പോൾ അവിടെ പോയി ഡ്രസ്സ് എന്തെങ്കിലും നോക്കാൻ വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. അമ്മയ്ക്ക് 2 കുർത്ത എടുത്തു. പിന്നെ എനിക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1-2 ഡ്രസ്സുകളെടുത്തു. അങ്ങനെ അവസാനത്തെ ബ്ലഡ് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും DDRCയിൽ പോയി. അപ്പോഴേക്കും സമയം 11 മണി കഴിഞ്ഞു. തിരുമലയിൽ തന്നെ MRI ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, വിശന്ന് പൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എന്തോ ഭാഗ്യത്തിന് വോമിറ്റിങ്ങും തലകറക്കും ഒന്നും ഉണ്ടായില്ല. ദൈവം സഹായിച്ചു, പ്രശ്നമില്ലാതെ ഫുഡ് കഴിക്കണവരെ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. When I was in Qatar. നമ്മളൊക്കെ പോകണമെങ്കിൽ അടുത്ത് നമ്മളൊക്കെ ഇനി പോകണം. ഞങ്ങളെ കൊണ്ടുപോയില്ലിട്ട് ഞാതാ പറഞ്ഞ ആദ്യം ജോലിയായിട്ട് വേണം അമ്മേനെ കൊണ്ടുപോകാൻ പേര് പറയാൻ വേണ്ടി ഇരുന്നിട്ട് അതമ്മല്ലേ എങ്ങനെയുണ്ട് ആദ്യം എങ്ങനെയുണ്ട് ടേസ്റ്റ് പോണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ. വിശന്ന് പണ്ടാരടങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബാക്കി ഫുഡ് കഴിച്ചതിന് ശേഷം ആഫ്റ്റർ ഫുഡ് അത് ട്രൈ ചെയ്തേക്കാം. പൊളി ടേസ്റ്റ്. എങ്ങനെയുണ്ട്? പൊളി ടേസ്റ്റ്. എങ്ങനെയുണ്ടമ്മ? സ്മൂത്തി പോലെ. ആക്ച്വലി ബട്ടർ ചിക്കൻ നല്ലതായിരുന്നല്ലേ? ടേസ്റ്റ് ഈ പാക്കിൽ ബട്ടർ ചിക്കൻ
ഫുഡ് കഴിച്ചതാണ്. ഡിന്നർ കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഈ സമയത്താണ്. എന്താ കാരണം? എന്താ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇച്ചിരി വെയിറ്റ് ചെയ്താലും നല്ല ഫുഡ് കഴിക്കാൻ പറ്റി. മുറിയായിട്ട് 3 വട്ടം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഒന്നുമില്ലാത്ത വഴി ഇവിടെ ഫോൺ നോക്കിയിരിക്കുന്ന പപ്പ. അവിടുന്ന് ഞാൻ എൻ്റെ സ്കൂളിലോട്ടാണ് അടുത്തത് പോകുന്നത്. ഞാനിത് റെസിഗ്നേഷനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്കി പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ വാലി സ്കൂളിലോട്ടൊന്ന് പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. അങ്ങനല്ല.